ഈ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കാനായിട്ട് ഇനി 2.5 മാസം കൂടിയേ ടൈമുള്ളൂ. നിങ്ങളിൽ പലരും ടാക്സ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലും നിക്ഷേപം നടത്തുന്ന വ്യക്തികളായിരിക്കാം. ഒരു വ്യക്തിക്ക് ടാക്സ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സിൻ്റെ ആക്ട് അനുസരിച്ചിട്ട് ചില നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപം നടത്തിയാലും അതോടൊപ്പം തന്നെ അവർ നടത്തുന്ന ചില ചെലവുകൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ വളരെ പോപ്പുലറായിട്ടുള്ള ടാക്സ് സേവിങ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ അല്ലെങ്കിൽ സ്മോൾ സേവിങ് സ്കീമുകളിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, PPF, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ എടുത്ത് നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയം, NPS അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലുള്ള നിക്ഷേപം, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കൂൾ ഫീസ്, നിങ്ങളുടെ ഫ്ലാറ്റോ വീടോ മറ്റോ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് നൽകുന്ന രജിസ്ട്രേഷൻ ഫീസ്, ഇങ്ങനെ ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും അതേപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന എക്സ്പെൻസസും ടാക്സ് സേവിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ടാക്സ് സേവിങ് സ്കീമിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ ELSS, അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. നിങ്ങളിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയാൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ അതിൽ നിന്ന് നമുക്ക് അധികമായിട്ട് ലഭിക്കുന്ന ബെനിഫിറ്റുകളെക്കുറിച്ചും ടാക്സ് അഡ്വാൻറ്റേജസിനെ കുറിച്ചും നിങ്ങൾ അവെയർ ആയിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ടാക്സ് സേവിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ELSS അല്ലെങ്കിൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 80C അനുസരിച്ചിട്ട് 1.5 ലക്ഷം രൂപ വരെയും ഒരു വർഷം നിങ്ങൾ ഇതേപോലെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിച്ച് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. NPSലും കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ് 2 ലക്ഷം രൂപ വരെയും ആകാം. സെക്ഷൻ 80Cയിൽ വരുന്നത് 1.5 ലക്ഷം രൂപയുടെ ഓവറോൾ ലിമിറ്റാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ELSSൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുമല്ല എങ്കിൽ പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലായിട്ട് ഓവറോൾ നിങ്ങൾക്ക് വരുന്നത് 2 ലക്ഷം രൂപ വരെയുള്ള ബെനിഫിറ്റാണ്. NPSും കൂടി നമ്മൾ കൂട്ടുമ്പോൾ. ബാങ്കുകളിലും ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട്. മറ്റുള്ള ടാക്സ് സേവിങ് സ്കീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ELSSൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള കൂടുതലായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റാണ്. സെക്ഷൻ 80C അനുസരിച്ച് 1.5 ലക്ഷം രൂപ വരെ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാണിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടതുള്ളത്. ELSS സ്കീമിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന് മിനിമം 3 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. 3 വർഷത്തിന് ശേഷം നിങ്ങൾ ഈ പണം വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം വരെയും കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് നമ്മൾ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റ് എടുക്കാം. നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുന്ന സമയത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇതിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിനിൽ നിങ്ങൾ വെറും 12.5% മാത്രം ടാക്സ് കൊടുത്താൽ മതി. എന്നാൽ അതിനുപരിയായിട്ട് ഒരു വർഷം നിങ്ങൾക്ക് 1.25 ലക്ഷം രൂപ വരെയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളോ ഇക്വിറ്റി ഷെയറുകളോ വിറ്റ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. മറ്റുള്ള ടാക്സ് സേവിങ് സ്കീമുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ELSS സ്കീമുകൾക്ക് 3 വർഷത്തെ ലോക്കിൻ പീരീഡേ ഉള്ളൂ. ബാങ്കിൽ നടത്തുന്ന ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റോ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിലും നടത്തുന്ന നിക്ഷേപങ്ങൾക്കോ മിനിമം 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. അതുകൂടാതെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിൽ നിന്നോ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. അത് ഓരോ വർഷവും നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. എന്നാൽ ELSSനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി നിങ്ങൾ ആ പണം വിഡ്രോ ചെയ്യുന്ന സമയം വരെ ഡെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾ കുറഞ്ഞ റേറ്റിലുള്ള ഒരു ടാക്സ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് 1,25,000 രൂപയിൽ കുറവാണ് നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്കിൽ നിങ്ങൾ ഒരു പൈസ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. PPFൻ്റെ കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പീരീഡ് 15 വർഷമാണ്.
6 വർഷം കഴിയുമ്പോൾ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഈവൻ ഇൻഷുറൻസ് പോളിസികളിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിലും ഇതേപോലെയുള്ള ഇൻഷുറൻസ് പോളിസികൾക്ക് ലോക്ക് ഇൻ പീരീഡ് കൂടുതലുണ്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഇൻഷുറൻസ് സ്കീമുകളിൽ നിന്ന് വിഡ്രോ ചെയ്താൽ സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഷോർട്ടർ പീരീഡിൽ നിങ്ങൾ ഇൻഷുറൻസ് പോളിസികൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള നഷ്ടം വരും. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പോളിസികളുടെ സറണ്ടർ വാല്യൂ വളരെ കുറവായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ടാക്സ് സേവിങ് പർപ്പസിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആദ്യമേ കൊടുക്കേണ്ട പ്രിഫറൻസ് എന്ന് പറയുന്നത് ELS സ്കീമുകളിലാണ്. ELS സ്കീമുകൾ സാധാരണയായിട്ട് ഇക്വിറ്റി ഫണ്ടുകളായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സിലോ അല്ലെ പ്രൈസിലോ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ ഫണ്ടിൻ്റെ NAVയെയും അഫക്റ്റ് ചെയ്യും. പക്ഷേ ഈ സ്കീമിൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ ഈ സ്കീം വിൽക്കാനായിട്ട് സാധിക്കുകയില്ല. മിനിമം 3 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. 3 വർഷത്തെ ലോക്കിൻ പീരീഡിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പണം വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം വരെയും സാധാരണ ഒരു ഇക്വിറ്റി ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD സജസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങും അതേപോലെ KYC ഫോർമാലിറ്റീസും ഒരു ദിവസം കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമുകളുടെ കാറ്റഗറിയിൽ ഒട്ടനവധി ഫണ്ടുകൾ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ചില ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണ്ട് ELSS ടാക്സ് സേവർ ഫണ്ട്. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന BSE 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ 0.59% ആണ്. 10 വർഷത്തെ ആനുവലൈസ്ഡ് റിട്ടേൺ ഏകദേശം 21% വരും. എന്നാൽ ഇത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് ഈ പർട്ടിക്കുലർ കാലാവധിയിൽ കൊടുത്തിരിക്കുന്നത് ഏകദേശം 13.86% ആണ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ കോണ്ട് ELSS ടാക്സ് സേവർ ഫണ്ടിൻ്റെ പെർഫോമൻസ് വളരെ കമൻറ്റബിൾ ആണ്. 10 വർഷത്തെ SIPയിൽ നിന്നുള്ള റിട്ടേൺസ് ഏകദേശം 23.65% വരുന്നുണ്ട്. രണ്ടാമത്തെ ഫണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ELSS ടാക്സ് സേവർ ഫണ്ടാണ്. ഈ ഫണ്ടും ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് BSE 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ 0.84% ആണ്. 10 വർഷത്തെ ഈ ഫണ്ടിൻ്റെ ആനുവലൈസ്ഡ് റിട്ടേൺ ഏകദേശം 17.55% എന്നാൽ ഈ കാലയളവിൽ ബെഞ്ച് മാർക്ക് റിട്ടേൺസ് ഏകദേശം 13.86% മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഫണ്ടിൻ്റെ 10 വർഷത്തെ SIPയിൽ നിന്നുള്ള ആനുവലൈസ്ഡ് റിട്ടേൺ ഏകദേശം 20.42%. ഈ കാറ്റഗറിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മൂന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് JM ELSS ടാക്സ് സേവർ ഫണ്ടാണ്. ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. 1.27% ഉണ്ട്. 10 വർഷത്തെ ആനുവലൈസ്ഡ് റിട്ടേൺ ഏകദേശം 17.1%വും ബെഞ്ച് മാർക്കിൽ നിന്നുള്ള റിട്ടേൺസ് 13.86%വുമാണ്. 10 വർഷത്തെ SIP റിട്ടേൺ ആനുവലൈസ്ഡ് ഏകദേശം 19.79% വരുന്നുണ്ട്. ആംഫിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് ഏകദേശം 40ഓളം ELSS ഫണ്ടുകൾ ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 1 ഇയർ റിട്ടേൺസ് 20%-ൽ കൂടുതൽ കൊടുത്ത ഒട്ടനവധി ഫണ്ടുകളുണ്ട്. DSP ELSS ടാക്സ് സേവർ ഫണ്ട് ഏകദേശം 22%, HSBC ELSS ടാക്സ് സേവർ ഫണ്ട് ഏകദേശം 27%, JM ELSS ഫണ്ട് ഏകദേശം 26%, LIC ELSS ഫണ്ട് 24%-ൽ കൂടുതലുണ്ട്. മോട്ടിലാൽ ഓസ്വാൾ ELSS ഫണ്ട് ഏകദേശം 37%-ഓളം 1 ഇയർ റിട്ടേൺസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടം ELSS ഫണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. SBI ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട് ഏകദേശം 24%. ഈ കാറ്റഗറിയിൽ പെടുന്ന മിക്കവാറും എല്ലാ ഫണ്ടുകളും കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് 15%-നും 30%-നും ഇടയിലാണ്. ഈ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ 2-3 അഡ്വാൻറ്റേജുകളുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, സെക്ഷൻ 80C അനുസരിച്ച് 1,50,000 രൂപ വരെയും നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇക്വിറ്റി ഫണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ്. മൂന്നാമത്തത്
ഈ ഫണ്ട് റിഡീം ചെയ്യുന്ന സമയത്ത് ഉള്ള ടാക്സ് അഡ്വാൻറ്റേജ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ 12% കൊടുത്താൽ മതി. 1.25 ലക്ഷം രൂപ വരെയുള്ള ക്യാപിറ്റൽ ഗെയിന്, അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ELSS സ്കീമുകൾ. ഞാൻ ഈ വീഡിയോയിൽ പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും പേര് മെൻഷൻ ചെയ്തു. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഈ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ ഇക്വിറ്റി ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ ഉപദേശം എടുത്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.